മഹാപ്രസ്ഥാനത്തിൻ്റെ സാരഥിയായ ശ്രീ ഡോക്ടർ E.T. മൂസ അവർ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ MLA ശ്രീ ബാലചന്ദ്രൻ, ഇന്ന് ഇവിടുത്തെ മുഖ്യ പ്രഭാഷണം അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് വിജയകൃഷ്ണൻ, വൈദ്യരത്നം പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഏതാണ്ട് മഹാഗുരു എന്ന് പറയാവുന്ന ശ്രീ നമ്പീശൻ, വൈദ്യൻ രാമൻ നമ്പീശൻ, ഇവിടെ നമുക്ക് ആകസ്മികമായിട്ട് കിട്ടിയ അതിഥി ശ്രീ ഗോകുലം ഗോപാലൻ, വൈദ്യരത്നം ഗ്രൂപ്പിന്റെ സെക്രട്ടറി ശ്രീ CN മുരളീധരൻ നായർ, വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിന്ന, ഇവിടെ കൗൺസിലറായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ പൗളി, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ പ്രദീപ് നായർ, കാര്യപരിപാടിക്ക് ശേഷം നമ്മളെ അക്ഷരശ്ലോക അവതരണം കൊണ്ട് മുക്രകണ്ഠം ആനന്ദിപ്പിക്കാനെത്തിയ നമ്മുടെ സൗവർണിക ഓൺലൈൻ സാഹിത്യവേദിയിലെ കലാകാരന്മാരെ, എല്ലാ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള വൈദ്യരത്നം കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു ബഹുമുഖ പ്രതിഭയായ ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ ആചാര്യനായ ഒരു യുഗപുരുഷൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹാപ്രതിഭയെയാണ് ഇന്ന് നാം ഇവിടെ അനുസ്മരിക്കുന്നത്. വൈദ്യരത്നം ഇളയടത്ത് തൈക്കാട്ട് ഇല്ലം അഷ്ടവൈദ്യ ആ ഗ്രൂപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ നിലയിൽ തന്നെ ഈ പ്രസ്ഥാനം ജന്മം നൽകിയ വിശിഷ്ടരായ പണ്ഡിതന്മാരുടെ ഒരു നിര പരമ്പര പരിശോധിച്ചാൽ അത്ഭുതാവഹമായ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുക. അവരെയൊക്കെ മൊത്തം സ്മരിക്കുക എന്നതിൽ കവിഞ്ഞ് നമുക്ക് അവരുടെ ഓരോരുത്തരുടെയും സംഭാവനയെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഈ ഒരു ചെറിയ സമ്മേളനം പോരാ. അവരെല്ലാം മനസ്സുകൊണ്ട് സ്മരിക്കും. അവരുടെ ആ ഗുരു പരമ്പരയിൽ ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഒരുപോലെ വിഹരിച്ച ഒരു പ്രതിഭ എന്ന രീതിയിൽ, എന്ന മട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധേയനായ ഗുരുനാഥനാണ് വൈദ്യരത്നം ഗ്രൂപ്പിന്റെ ഇന്ന് മെന്റർ എന്ന നിലയിൽ ഇന്നിവിടെ അനുസ്മരിക്കുന്ന ബ്രഹ്മശ്രീ E.T. നാരായണൻ മൂസ അവർ.
സാധാരണയായി ശാസ്ത്ര പ്രതിഭയുള്ള ആളുകൾ, ശാസ്ത്ര പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ വഴി എന്ന് പറയുന്നത് ബുദ്ധിയുടെയാണ്, പ്രജ്ഞയുടേതാണ്, പ്രജ്ഞയുടെ മാർഗം. അവർ സാമാന്യമായി പ്രതിഭയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് കാണുവാൻ പ്രയാസമാണ്. മനുഷ്യ മസ്തിഷ്കത്തിന് രണ്ട് ഫാക്കൽറ്റികളുണ്ട്. ഒന്ന് പ്രജ്ഞയുടേതും മറ്റൊന്ന് പ്രതിഭയുടേതുമാണ്. പ്രജ്ഞ അഥവാ ബുദ്ധി, അതിൽ നിന്നാണ് ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പ്രതിഭ എന്ന് പറയുന്ന വൈകാരികമായ ഫാക്കൽറ്റിയാണ്, അതിൽ നിന്നാണ് കലകളും സാഹിത്യമൊക്കെ, സുകുമാര കലകളൊക്കെ ഉണ്ടാകുന്നത്. ഇതിൽ രണ്ടിലും, ശാസ്ത്രത്തിലും സാഹിത്യത്തിലും, പ്രജ്ഞയുടെ മണ്ഡലത്തിലും പ്രതിഭയുടെ മണ്ഡലത്തിലും ഒരുപോലെ വ്യാപരിച്ചിരുന്ന ഒരു മനീഷിയായിരുന്നു ഇന്നിവിടെ അനുസ്മരിക്കുന്ന നീലകണ്ഠൻ മൂസിന്റെ ഒക്കെ അച്ഛനായ ശ്രീ ഇ ടി നാരായണൻ മൂസ്. അദ്ദേഹം ബഹുമുഖ പ്രതിഭൻ എന്നൊക്കെ സാധാരണ നമ്മൾ ആളുകളെ കുറിച്ച് പറയാറുണ്ടെങ്കിലും അത്രയൊക്കെ ബഹുമുഖാണോ എന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് സംശയം വരും. എന്നാൽ മൂസിന്റെ കാര്യത്തിൽ, നാരായണ മൂസിന്റെ കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുർവേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ ആയുർവേദം സർവശാസ്ത്ര സംഗ്രഹമാണ്. എല്ലാ ദർശനങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചാലേ ആയുർവേദം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സാഖ്യയോഗം വേണം, ന്യായവൈശേഷികങ്ങൾ വേണം, മീമാംസാദി ദർശനങ്ങൾ വേണം. ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാലാണ് ആയുർവേദം കൈകാര്യം ചെയ്യാൻ കഴിയുക. അങ്ങനെയുള്ള ആയുർവേദത്തിലെ, ആയുർവേദ പഠനത്തിന്റെ, നാരായണ മൂസിന്റെ ജീവചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ന്യായശാസ്ത്രം പഠിച്ചത് ഒരു കൃഷ്ണശാസ്ത്രികൾ എന്ന് പറയുന്ന ദേശമംഗലത്തെ വളരെ ആ കാലഘട്ടത്തിൽ ഒരു യുഗപ്രഭാവൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു മഹാമനീഷിയുടെ അടുത്താണ്. ബാധാന്തം അദ്ദേഹം പഠിച്ചിരിക്കുന്നു. ബാധാന്തം പഠിക്കാന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ന്യായശാസ്ത്രത്തിലെ ഒരു PhD കോഴ്സാണ് ഈ ബാധാന്തം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ബാധയല്ല, അത് വലിയൊരു ശാസ്ത്ര സങ്കേത പദമാണ്. അതികഠിനമായ ഒരു ശാസ്ത്രം, വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ശാസ്ത്രത്തിന്റെ മാർഗമാണ് ന്യായത്തിന്റെ മാർഗം. ആ ന്യായശാസ്ത്രം അദ്ദേഹം വളരെ ആധികാരികമായി പഠിച്ചു. അതുപോലെ തന്നെ വ്യാകരണവും സാഹിത്യവും സാഹിത്യശാസ്ത്രങ്ങളും ഒക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആയുർവേദ ആചാര്യന് തൻ്റെ ആയുർവേദ ശാസ്ത്രം, താൻ പഠിച്ച ആയുർവേദ ശാസ്ത്രം, താൻ സ്പെഷ്യലൈസ് ചെയ്ത ശാസ്ത്രം, അത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളുടെ കൂടി സഹായമാണ്, അറിവ് വേണം. അല്ലെങ്കിൽ ആ അറിവ് അപൂർണമായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ ഇപ്പൊ തന്നെ ഞങ്ങള് നാരായണ മൂസിന്റെ റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ ആദ്യം സ്മരിച്ചത് രാമവാര്യരെയാണ്. രാമവാര്യരില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ തലമുറയിൽ ഇങ്ങനെ ഉണ്ടാവുകയില്ലായിരുന്നു. ഇപ്പൊ ഇരിക്കുന്ന നീലകണ്ഠൻ മൂസ് വരെ 5 വർഷം രാമവാര്യരുടെ അടുത്ത് സംസ്കൃതം പഠിച്ച ആളാണ്. എന്തിനാ ഈ ആയുർവേദക്കാരൻ സംസ്കൃതം പഠിക്കുന്നത്? മെഡിസിൻ അല്ലേ? ഇതൊക്കെ സംസ്കൃതം പഠിക്കുന്ന വല്ല കാര്യമുണ്ടോ? ഇവിടെ പണ്ട് വിവേകമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അത് അച്യുതമേനോൻ എന്നാണ് അദ്ദേഹത്തെ പറയാ. അദ്ദേഹം ആയുർവേദ വിദ്യാർത്ഥികളെ സമരം ചെയ്യാറുണ്ട്. ആദ്യമൊന്നും മറ്റുള്ളവരും ശ്രദ്ധിച്ചിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞത് സംസ്കൃതം പാഠ്യപദ്ധതിയിൽ എടുത്തു കളയാൻ, അതിന് വേണ്ടിയിട്ടാണ് സമരം. അച്യുതനെ കാണാനായിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ ചെയ്തു അദ്ദേഹം.